ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ രണ്ടാം മത്സരദിനത്തിലെ ആദ്യ പോരാട്ടത്തിൽ ഏരീസ് കൊല്ലത്തിന് തകർപ്പൻ വിജയം. രണ്ടാം മത്സരദിനത്തിലെ ആദ്യ പോരാട്ടത്തിൽ കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിനെതിരെയാണ് 8 വിക്കറ്റിന് ഇപ്പോൾ ഏരീസ് കൊല്ലം സെയിലേഴ്സ് വിജയിച്ച് കയറിയിട്ടുള്ളത്. തകർപ്പൻ പോരാട്ടമായിരുന്നു കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്നത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറക്കിയ കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിനെ ഏരീസ് കൊല്ലത്തിലെ ബൗളർമാർ പിടിച്ച് കെട്ടിയ കാഴ്ചയായിരുന്നു ഇന്ന് ഗ്രീൻഫീൽഡ് സാക്ഷ്യം വഹിച്ചത്. 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 104 റൺസ് എടുക്കാനേ ഗ്ലോബ്സ്റ്റേഴ്സിന് സാധിച്ചുള്ളൂ. മറുപടി ബാറ്റിംഗിൽ ഓപ്പണർ അഭിഷേക് ജയൻ നായരുടെ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിൽ അനായാസം 16-ാം ഓവറിൽ 8 വിക്കറ്റിനായിരുന്നു ഏരീസ് കൊല്ലം വിജയിച്ച് കയറിയിട്ടുള്ളത്. ആദ്യം ബാറ്റ് ചെയ്ത കാലിക്കറ്റിന് വേണ്ടി അരുൺ കെ ആണ് അവരുടെ ടോപ്പ് സ്കോർ. 38 റൺസാണ് താരം നേടിയത്. ഒപ്പം അഭിജിത്ത് പ്രവീൺ 20 റൺസും നേടിയിട്ടുണ്ടായിരുന്നു. ഏരീസ് കൊല്ലത്തിന് വേണ്ടി കെ എം ആസിഫ് തകർപ്പൻ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. 4 ഓവറിൽ 31 റൺസ് തുടങ്ങി 3 വിക്കറ്റുകളാണ് ആസിഫ് നേടിയത്. ഒപ്പം ക്യാപ്റ്റൻ സച്ചിൻ ബേബി 2 ഓവറിൽ 9 റൺസ് തുടങ്ങി 2 വിക്കറ്റും നേടിയിട്ടുണ്ടായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ ഏരീസ് കൊല്ലത്തിൻ്റെ വിജയം അനായാസമായിരുന്നു. ഓപ്പണർ ഇറങ്ങിയ അഭിഷേക് ജയൻ നായരുടെ മികച്ച ഇന്നിങ്സ്, മികച്ച അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിലാണ് കൊല്ലത്തിൻ്റെ തകർപ്പൻ വിജയം. അഭിഷേക് ജയൻ നായർ 47 പന്തിൽ 61 റൺസ് നേടിയപ്പോൾ ഒപ്പം ക്യാപ്റ്റൻ സച്ചിൻ ബേബി 19 റൺസ് എടുത്ത് പുറത്താകാൻ നിന്നുണ്ടായിരുന്നു. കാലിക്കറ്റിന് വേണ്ടി ഇബ്നുൾ അഫ്താബ് 1ഉം അഖിൽ സ്കറിയ 1 വിക്കറ്റും നേടിയിട്ടുണ്ട്. സോ അങ്ങനെ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ രണ്ടാം മത്സരദിനത്തിൽ ആദ്യ പോരാട്ടത്തിൽ കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിനെ തകർത്തുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ് ഏരീസ് കൊല്ലം സെയിലേഴ്സ്. രണ്ടാം മത്സരത്തിൽ ആലപ്പി റൈഫിൾസ് ട്രിവാൻഡ്രം റോയൽസിനെ നേരിടുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.